പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഹിജ്റ 5-ാം വർഷം ആദരവായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനും നബിയിൽ നിന്ന് ഇസ്ലാം പഠിക്കാനും ഇസ്ലാമിലേക്ക് കടന്നു വരാനും വേണ്ടി അബ്ദുൽ ഖൈസ് ഗോത്രത്തിൽപ്പെട്ട ഏതാനും ചില ആൾക്കാർ മദീനയിലേക്ക് വരികയുണ്ടായി. അന്ന് വരെ കേട്ടറിവുകൾ കൊണ്ട് മാത്രമാണ് അവർ ഇസ്ലാമിനെ പരിചയപ്പെട്ടിട്ടുള്ളത്. അവർക്ക് റസൂലിനെ കുറിച്ച് അറിയാവുന്നതെല്ലാം കേൾവിയിലൂടെ അറിവുകൾ മാത്രമാണ്. അതുകൊണ്ട് വലിയ ആകാംക്ഷയോടുകൂടിയാണ് ആ സംഘം മദീനയിലേക്ക് പുറപ്പെടുന്നത്. വലിയൊരു ക്യൂരിയോസിറ്റി കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള അതിയായ ആഗ്രഹത്തോടെ വന്ന ആ സംഘം മദീനയിലെത്തിയ പാടെ തന്നെ വളരെ ധൃതി പിടിച്ചുകൊണ്ട് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് അവർ ഓടി. പെട്ടെന്ന് ഓടിച്ചെന്ന് നബിയെ കണ്ടു, നബിയോട് സലാം പറഞ്ഞു, നബിയുമായി പരിചയമുണ്ടാക്കി മുസാഫഹത്ത് ചെയ്തു. അങ്ങനെ അവർ ആവേശത്തോടെ ആ പ്രവാചകൻ്റെ മുമ്പിലേക്ക് കടന്നു പോയപ്പോഴും അവർക്കിടയിൽ നിന്ന് ഒരാൾ മാത്രം അവരുടെ അമീറായി അവരുടെ നേതൃത്വം ഏറ്റെടുത്ത ആ യാത്രാ സംഘത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്ത് കടന്നു വന്ന അഷജ് അബ്ദുൽ ഖൈസ് എന്ന അദ്ദേഹം മാത്രം നബിയുടെ അടുക്കിലേക്ക് ധൃതി പിടിച്ചു പോയില്ല. അദ്ദേഹം വാഹനങ്ങളൊക്കെ ഒതുക്കി എല്ലാത്തിനെയും ബന്ധിപ്പിച്ചു. അവരുടെ ചരക്കുകളെല്ലാം ഒതുക്കി വെച്ച് അദ്ദേഹത്തിൻ്റെ വസ്ത്രമൊക്കെ വൃത്തിയാക്കി, കൈകാലുകൾ കഴുകി വൃത്തിയായി വളരെ നല്ലൊരു ഫ്രഷ് ആയതിനു ശേഷം അല്പസമയം എടുത്തൊന്ന് ഒരുങ്ങി എല്ലാം ഒന്ന് ഒതുക്കിയിട്ട് അദ്ദേഹം നബിയുടെ അടുക്കലേക്ക് കടന്നു ചെന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെട്ടു. ആ സമയത്ത് അദ്ദേഹത്തോട് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഫീക ലഖസ്ലതൈനി യുഹിബ്ബുഹുമുല്ലാഹ്. നിനക്ക് 2 ഗുണങ്ങളുണ്ട് അഷജ്, നിനക്ക് 2 നല്ല ഗുണങ്ങളുണ്ട്. ഈ 2 നല്ല ഗുണങ്ങളും അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമാണ്. അള്ളാഹ് ഇഷ്ടപ്പെടുന്ന നല്ല 2 സ്വഭാവം താങ്കൾക്കുണ്ട്. അതൊന്ന് അൽ ഹിൽമു വൽ അനാതു, ഒന്ന് സഹനതയാണ്, 2 അവധാനതയാണ് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നിങ്ങൾ ഇത്രയും വലിയ ഒരു സുദീർഘമായ ഒരു യാത്ര നടത്തി, ആ യാത്ര കഴിഞ്ഞ് അതിൻ്റെ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കടന്നു വന്ന നിങ്ങൾ, ലക്ഷ്യം ഞാനായിരിക്കുമ്പോഴും ഇവിടെ വന്നിട്ട് താങ്കൾ കാണിച്ചൊരു അവധാനതയുണ്ടല്ലോ, തിടുക്കം കൂട്ടാതെ എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും വെച്ചുകൊണ്ട് വളരെ സാവകാശം താങ്കൾ വൃത്തിയായി വസ്ത്രവും വൃത്തിയാക്കിയിട്ട് എൻ്റെ അടുക്കിലേക്ക് വരാൻ കാണിച്ച ആ മനസ്സ്, ആ സ്വഭാവമുണ്ടല്ലോ, അത് തികച്ചും പ്രശംസനീയമായ അള്ളാഹുവിന് പ്രിയങ്കരമായ സ്വഭാവ ഗുണമാണ് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഏറെ കൈമോശം വന്നിരിക്കുന്ന 2 ഉത്തമ സ്വഭാവങ്ങളാണ്. ഒന്ന് സഹനത എന്നുള്ളതാണ്, രണ്ടാമത്തേത് അവധാനത എന്നുള്ളതാണ്. ഇതിൽ 2ാമത്തെ കാര്യമാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് സൂചിപ്പിക്കാനുള്ളത്. ഏതൊരു കാര്യത്തിലും അമിതമായ ആവേശവും തിടുക്കവുമാണ് നമുക്കുള്ളത്. ഇത് പൊതുവിൽ മനുഷ്യൻ്റെ സ്വഭാവമാണ്. ഖുലിഖൽ ഇൻസാനു, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ മിൻ അജൽ എന്ന്, മനുഷ്യൻ പടക്കപ്പെട്ടത് തന്നെ ധൃതിയുള്ളവനായിട്ടാണ്. എല്ലാത്തിനും ഒരു തിടുക്കമുണ്ട്. വകാനൽ ഇൻസാനു അജൂല എന്ന് വിശുദ്ധ ഖുർആൻ. മനുഷ്യൻ പൊതുവെ എല്ലാത്തിനോടും ഒരല്പം അത്യാർത്തിയുള്ളവനും തിടുക്കമുള്ളവനും എല്ലാത്തിനും ഒരു അമിതമായ ആവേശം കാണിക്കുന്നവനുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പക്ഷേ ഈ ആവേശവും ഈ തിടുക്കവും ധൃതിയും ഒരു കാരണവശാലും ആർക്കും ഒന്നിനും നല്ലതിനല്ല എന്നുള്ളതാണ് നമ്മുടെ ഈ വിശുദ്ധ ഇസ്ലാം കൃത്യമായി ഖുർആനാണെങ്കിലും ഹദീസാണെങ്കിലും പഠിപ്പിക്കുന്നത്. എല്ലാത്തിലും ഒരു അവധാനതയാണ് ഏറ്റവും നല്ല സ്വഭാവ ഗുണമെന്നുള്ളത്. എല്ലാത്തിലും തിടുക്കം, അമിതമായ ആവേശം ആപത്തിൻ്റെ ആഴം കൂട്ടുകയോ അല്ലെങ്കിൽ ആപത്തുകൾ ക്ഷണിച്ചു വരുത്തുകയോ ചെയ്യുക എന്നുള്ളതാണ് പതിവ്. ഒരു ആവേശത്തിൽ എടുത്തു ചാടിയാൽ 1000 ആവേശം കാണിച്ചാൽ കയറാൻ കഴിയില്ല എന്നൊരു ചൊല്ലുണ്ട്. ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്, പൊതുവിൽ എല്ലാവർക്കും അറിയാവുന്ന ലുക്ക് ബിഫോർ യു ജമ്പ് എന്ന്. ചാടും മുമ്പൊന്ന് നോക്കണേ എന്ന്, ചാടും മുമ്പൊന്ന് നോക്കണമെന്ന്. നമ്മൾ എടുത്തു ചാടി ആവേശത്തിൽ എന്തെങ്കിലും അബദ്ധത്തിൽ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ ഒരു പക്ഷേ പരിഹരിക്കാൻ കഴിയാത്ത പ്രത്യാഘാതങ്ങൾ അതിലൂടെ നമുക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതൊരു കാര്യത്തിലും അല്പം അവധാനത വേണമെന്നാണ്. നമുക്ക് ഈ തിടുക്കം കൂടിപ്പോയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മുടെ യാത്രകൾ, വാഹനങ്ങൾ. ഡ്രൈവിംഗ് ചെയ്യുമ്പോഴും ഗതാഗത രംഗത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ തിടുക്കം കൂടി പോയിട്ടുള്ളത്. അതിൻ്റെ ഒരു ഫലമാണ് നമുക്ക് നോക്ക് റോഡ് വാർത്തകൾ എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്നുള്ളത് അപകടങ്ങളുടെ വാർത്തയാണ്. അപകട മരണങ്ങളെക്കുറിച്ച് കേൾക്കാത്ത ഒരു ദിവസമെങ്കിലും നമുക്ക് കടന്നു പോയിട്ടുണ്ടോ?
നമ്മുടെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ആലോചിച്ചു, അപകടങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കാതെ, അപകടങ്ങളുടെ ദൃശ്യങ്ങൾ കാണാതെ, അപകട മരണങ്ങളുടെ വാർത്തകൾ കേൾക്കാതെ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് കടന്നു പോയിട്ടുണ്ടോ? ഇല്ല, എന്നും അപകട മരണങ്ങളേ ഉള്ളൂ. WHO പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം ലോകത്ത് 13 ലക്ഷം ആൾക്കാരാണ് പ്രതിവർഷം അപകടങ്ങളിലൂടെ മരണപ്പെടുന്നത്. 13 ലക്ഷം ആൾക്കാരാണ് ഒരു വർഷത്തിൽ ആഗോളതലത്തിൽ അപകടങ്ങളിലൂടെ റോഡിൽ പൊലിഞ്ഞു പോകുന്ന ജീവനുകൾ. ഇത് മരണത്തിന്റെ കണക്കാണ്. എന്നാൽ അപകടങ്ങളുടെ കണക്കിതല്ല. അപകടങ്ങൾ ധാരാളം ഉണ്ടാകുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കലായ, മരണം സംഭവിക്കാതെ ഏറ്റവും കഠിനമായ മരണത്തോടടുത്ത അപകടങ്ങളുമായി മരണത്തിൽ അതിജീവിച്ച് ചികിത്സയിൽ കഴിയുന്നവർ 5 കോടിയോളം ജനങ്ങളുണ്ടാകും പ്രതിവർഷം. 5 കോടിയോളം ജനങ്ങൾ റോഡിൽ അപകടങ്ങളിൽപ്പെട്ട് മരണത്തോട് മല്ലിട്ട് ആശുപത്രികളിൽ ചികിത്സ തേടുന്നുണ്ട് പ്രതിവർഷം എന്നുള്ളത് കണക്ക്. നാഷണൽ ക്രൈം റിപ്പോർട്ട് പുറത്തുവിടുന്ന ഇന്ത്യയുടെ കണക്ക് പറയുമ്പോൾ 3.5 ലക്ഷം ആൾക്കാരാണ് പ്രതിവർഷം ആ റോഡിൽ മരിച്ചു പോകുന്നത് എന്ന്. 3.5 ലക്ഷം ആൾക്കാർ റോഡിൽ മരിച്ചു പോകുന്നുണ്ട് എന്ന് കണക്ക്. കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി പുറത്തുവിടുന്ന കണക്ക് പ്രകാരം പ്രതിദിനം ഒരു ദിവസം 3000-ഓളം കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അപകടങ്ങളുടെ പേരിൽ. അത്രത്തോളം അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയോ മരണങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണമായി തീരുന്നത് നമ്മുടെ അമിതമായ വേഗതയാണ്. ഒരുപാട് കാരണങ്ങളുണ്ട്. ഇതിപ്പോൾ ഈ കാരണങ്ങൾ നമ്മൾ ഈ പള്ളി മെമ്പറിൽ നിന്ന് ഈ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ട്രാഫിക് നിയമങ്ങൾ അല്ലെങ്കിൽ ലേണേഴ്സിന് മുമ്പുള്ള കോച്ചിങ് ക്ലാസ് ഒക്കെ എടുക്കേണ്ട സ്ഥലമാണോ, അല്ലെങ്കിൽ അപ്പോൾ അതിൻ്റെ ആവശ്യകത ഇവിടെ ഉണ്ടോ എന്നാണ്. ഇയ്യാക്കും തുറക്കാത്ത്, പൊതുവഴിയോട് കടമയുണ്ട് എന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം. മനുഷ്യ ജീവിതത്തിലേക്ക് ചേർന്ന് നിൽക്കുന്ന എല്ലാത്തിലും മനുഷ്യൻ ബന്ധപ്പെട്ടേക്കാവുന്ന സമസ്ത മേഖലയിലും, അത് രാഷ്ട്രീയമാകട്ടെ, സാമ്പത്തികമാകട്ടെ, സാംസ്കാരികമാകട്ടെ, വൈവാഹികമാകട്ടെ, വൈയക്തികമാകട്ടെ, സർവ്വ മേഖലയിലും ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് വസ്തുനിഷ്ഠമായ നിർദ്ദേശമാണ് മതം. അതുകൊണ്ട് തന്നെ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് അവൻ്റെ യാത്രകൾ എന്നുള്ളത്. യാത്രകളില്ലാതെ മനുഷ്യനുണ്ടോ? ഈ മനുഷ്യർക്ക് വേണ്ടിയിട്ട് വഴിയൊരുക്കിയവൻ അത് നിഅമത്താണെന്ന് എണ്ണി പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. അല്ലദീ ജഅല ലക്കും മിനൽ അർളി മഹ്ദൻ വസലക ലക്കും ഫീഹാ സുബുല എന്ന് വിശുദ്ധ ഖുർആൻ. ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി വഴികൾ സംവിധാനിച്ചവൻ അല്ലാഹുവാണ് എന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്, ലോകത്ത് ചുറ്റി നടക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് വഴികളെ ഒരുക്കിയവൻ അല്ലാഹുവാണ്. വൽ ഖൈല വൽ ബിഗാറ വൽ ഹമീറ ലിതുർകബൂഹാ വസീനതൻ, അതോടൊപ്പം വാഹനങ്ങളെ സംവിധാനിച്ചവനും വാഹനങ്ങൾ നിങ്ങൾക്ക് നൽകിയവനും. വഴിയും വാഹനവും അല്ലാഹുവിന്റെ അനുഗ്രഹമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. ഈ വാഹനങ്ങൾ കുറെ കാര്യങ്ങളെന്ന് പറഞ്ഞു, കോവർ കഴുതയും കുതിരയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ന് അറിഞ്ഞുകൂടാത്ത പല വാഹനങ്ങളും ഇനിയും വരാനുണ്ട് എന്ന് ഖുർആൻ. നിങ്ങൾക്കറിയാത്ത കുറേ വാഹനങ്ങൾ ഇനിയും വരാനുണ്ട്. നമ്മൾക്ക് ഇന്ന് ഒരുപാട് ആധുനികമായ ഒരുപാട് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. ഈ വഴിയും വാഹനവും ഒക്കെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ പൊതുനിരത്തിലിറങ്ങുന്ന വിശ്വാസിക്ക് അവിടെ വലിയ കടമകളുണ്ട്. ആര് എങ്ങനെ പോകുന്നു എന്ന് നമ്മുടെ പ്രശ്നമല്ല, മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള വിശ്വാസിക്ക് പ്രശ്നമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവും റസൂലും പറഞ്ഞതുപോലെ ജീവിക്കുക എന്നുള്ളതാണ്. ചേരയത്തിന് നാട്ടിപ്പോയാൽ നടുക്കണ്ടം തന്നെ ജീവിക്കും എന്നതല്ല ഇസ്ലാം. നാടോടുമ്പോൾ നടുവയോടും എന്നതല്ല ഇസ്ലാം. ജനങ്ങൾ ജീവിക്കുന്നത് പോലെ ഞാനും ജീവിക്കും. എല്ലാ ജനങ്ങളും നല്ല ചെയ്താൽ ഞാനും നല്ല ചെയ്തും. ഇത് അഹ്സനന്നാസു അഹ്സന്തു വൈനശഉ വസഅതു. ജനങ്ങളെല്ലാം ചെയ്യുന്നത് പോലെ ഞാനും ചെയ്യും, ജനങ്ങൾ ജീവിക്കുന്നത് പോലെ ഞാനും ജീവിക്കുമെന്ന് പറയാൻ വിശ്വാസിക്ക് കഴിയില്ല. നാട് എങ്ങനെ ഓടിയാലും നമ്മൾ ഓടേണ്ടത് ഇസ്ലാമിന്റെ വഴിയിലൂടെ ആയിരിക്കണം. നമ്മുടെ യാത്രകൾ, അതും നമ്മുടെ ചലനങ്ങൾ, നിശ്ചലനങ്ങൾ എല്ലാത്തിലും കൈകടത്തിയിട്ട് അഭിപ്രായം പറയുന്ന മതമാണ് വിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് റോഡിലും കുറെ കടമയുണ്ട് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹു റസൂൽ പറഞ്ഞ ഇയ്യാക്കും തുർക്കാത്ത്, നിങ്ങൾ ഈ വഴികളിൽ ഇരിക്കുന്ന പരിപാടി, പൊതുവഴികൾ കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങൾ അല്പം സൂക്ഷിക്കണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് ഒരിക്കൽ പറഞ്ഞു. സഹാബത്ത് പറഞ്ഞു, നബി, ഞങ്ങൾ ആകെ കണ്ടുമുട്ടുന്നതും നമ്മൾ പരസ്പരം കണ്ടുമുട്ടുന്നതും നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുന്നതുമൊക്കെ ഈ പബ്ലിക് പ്ലേസിൽ വെച്ചാണ്, ഈ പൊതുവഴികളാണ്. മറ്റേത് വീടാണ്, പാർപ്പിടങ്ങൾ, നമ്മുടെ സ്വകാര്യ മേഖലകളാണ്, കുടുംബത്തോടൊപ്പം ചിലവഴിക്കുന്ന മേഖലകളാണ്, പള്ളി ആരാധനാലയങ്ങളാണ്, അള്ളാഹുവിന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾക്കിടയിൽ സൗഹൃദങ്ങൾ പങ്കുവെക്കുന്നതും നമ്മൾ എന്തെങ്കിലും കുശലം പറയുന്നതുമൊക്കെ ഈ വഴിത്താവളങ്ങളിലാണ്. വഴിയോരത്ത് നിന്നിട്ടും ജംഗ്ഷനുകളും കേന്ദ്രീകരിച്ചിട്ട റസൂലെ അതങ്ങ് ഒഴിവാക്കാൻ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് പറയുമ്പോൾ, നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയില്ലെങ്കിൽ ആയിക്കോളൂ, പക്ഷേ അതിന് കൊടുക്കേണ്ട കടമകൾ കൊടുക്കണേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പൊതുവഴിയോടും കടമയോ എന്ന്
റസൂലിനോട് ചോദിക്കാൻ, നബി ഈ വഴിയോട് കടമയുണ്ടോ എന്ന്. അത് വഴിയോടും കടമയുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലുൽ ബസർ വകഫുൽ അദാ വറദ്ദുസ് സലാം വൽ അംറു ബിൽ മഅറൂഫി വന്നഹ്യു അനിൽ മുൻകർ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പൊതുവഴിയോടും കടമയുണ്ടോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത് കണ്ണുകളെ നിയന്ത്രിക്കുക എന്നതാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലുൽ ബസർ, കണ്ണുകളെ നിയന്ത്രിക്കുക. അനാവശ്യമായ നോട്ടങ്ങൾ, പലരും റോഡിൽ നിൽക്കുന്നത് തന്നെ ചില നോട്ടങ്ങൾക്ക് വേണ്ടിയാണ്. ചില നോട്ടങ്ങൾക്ക് വേണ്ടി ഇത് ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇത് യാത്രികനും ശ്രദ്ധിക്കേണ്ടതാണ്. വാഹന യാത്രയിൽ പോകുന്നവനാണെങ്കിലും കാൽനട യാത്രക്കാരനാണെങ്കിലും വഴിയോടത്ത് താവളമടിച്ചവനും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് കണ്ണുകളെ നിയന്ത്രിക്കുക എന്നുള്ളത്. കണ്ണുകൾ താഴ്ത്തുക. നമ്മൾ ഈ റോഡിൽ നിൽക്കുന്ന ചില ആൾക്കാർ വൈകുന്നേരങ്ങളിലും അതോടൊപ്പം തന്നെ കാലത്തുമൊക്കെ പ്രഭാതങ്ങളിലുമൊക്കെ വഴിയോരത്ത് നിൽക്കുന്നവരുടെ ലക്ഷ്യം തന്നെ എന്ത് ചെയ്യുക, സ്കൂള് കോളേജ് പോളിലേക്ക് പോകുന്ന സ്ത്രീകളും മറ്റുമൊക്കെ പോകുന്ന സമയം നോക്കിയിട്ട് ചില തൊഴിൽ ചെയ്ത ആൾക്കാർ, സാമൂഹ്യ വിരുദ്ധർ ഇങ്ങനെ റോഡ് സൈഡിൽ ഒരുങ്ങി നിൽക്കും. വല്ലവൻ്റെയും ഭാര്യയും മക്കളും ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ കണ്ണുകൾ കൊണ്ട് കൊത്തിപ്പറിക്കാൻ വേണ്ടിയിട്ടുള്ള ആ നൃത്തമുണ്ടല്ലോ, അതിന് വിലക്കിയിട്ടുണ്ട് വിശുദ്ധ ഇസ്ലാം. അരുത് എന്ന്. വഴിയോരത്ത് നിൽക്കുന്നവന് കണ്ണുകൾ താഴ്ത്തണ എന്ന്. വഴിയാത്രക്കാരന്റെ അവകാശമാണ് വഴികൾ. ആ വഴിയിലൂടെ നടന്നു പോകുന്നവന് കണ്ണുകൊണ്ട് കുത്തിപ്പറിക്കാനുള്ള അവകാശം ഇല്ല. അതുകൊണ്ട് കണ്ണുകൾ താഴ്ത്താൻ കഴിയുന്നവർ മാത്രം വഴിയോരത്ത് നിന്നാൽ മതി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സുയൂത്തി വിശദീകരിക്കുന്ന സൂറത്ത് നൂറിലെ 30-ാമത്തെ ആയത്ത്, ബസരിക്ക, നിന്റെ കണ്ണുകൾ താഴ്ത്തുകയും അതോടൊപ്പം തന്നെ നിന്റെ ഫർജ്, നിന്റെ ഗുഹികൾ വഹ്ഫദ് ഫുറൂജക എന്ന് പറയുന്ന ആയത്ത്, ആ ആയത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലമായിട്ടൊരു സംഭവം പറയുന്നുണ്ട്. ഇന്നിവിടെ നടക്കുന്ന വലിയ തോതിൽ നടക്കുന്ന അപകടങ്ങൾ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ഈ റോഡിൽ യാത്ര ചെയ്യുന്നവനുണ്ടാവുന്ന അശ്രദ്ധയാണ്. വാഹനം ഓടിക്കുമ്പോൾ അവന്റെ ശ്രദ്ധ പിടിക്കുന്ന വിധത്തിൽ എത്ര വലിയ വേഗതയിൽ വാഹനം ഓടിച്ചു വരുന്നവനും ശ്രദ്ധിക്കണം എന്നുള്ള മട്ടിലാണല്ലോ ഇവിടെയുള്ള പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. പരസ്യ ബോർഡുകൾ എന്ന് പറയുമ്പോൾ തന്നെ അർദ്ധനഗ്നയായ ഒരു സ്ത്രീയുടെ ചിത്രമില്ലാതെ ഒരു പരസ്യവും ലോകത്തില്ല. എന്ത് വെക്കണമെങ്കിലും പെൺകുട്ടിയെ അർദ്ധനഗ്നയായി നിർത്തണം. അതിനെതിരെയും ആർക്കും സമരമില്ല, അതിനെതിരെയും ആർക്കും ഒരു മിണ്ടാട്ടമില്ല, ആർക്കും ഒരു കുഴപ്പമില്ല. ഒരു പെൺകുട്ടി തട്ടമിട്ട് നടക്കുമ്പോൾ ഭയങ്കരമായ വിമർശനമാണ്. ഈ തട്ടമിട്ട് എന്താ ഈ നടക്കുന്നത്, അടിമത്തമാണ് ഇവിടെ നടക്കുന്നതെന്ന്. സ്ത്രീകളുടെ ചിത്രങ്ങൾ, സ്ത്രീകളെ വലിയ ഫ്ലെക്സുകളായിട്ട് ഇത് എങ്ങനെ ഒരു കൊട്ടാരത്തിന്റെ വലിപ്പമാണ് ഒരു ഫ്ലെക്സിന്. അത്രയും വലിപ്പത്തിൽ ഫ്ലെക്സ് വെച്ചിട്ട് ഒരു സ്ത്രീയുടെ അല്പവസ്ത്രധാരിയായ ഒരു സ്ത്രീയുടെ ചിത്രങ്ങൾ എങ്ങനെ പോയാലും നോക്കണമെന്ന്, ഏതവനും നോക്കണമെന്ന്, അങ്ങനെ നോക്കി ഇങ്ങനെ പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്ന അടുത്ത അപകടം ഉണ്ടാവുക. സിനിമ പോസ്റ്ററുകൾ ഇതേ വിധത്തിൽ. പിന്നെ ഈ റോഡിലൂടെ നടക്കുന്ന സ്ത്രീകൾ ഇപ്പൊ പിന്നെ പറയേണ്ട കാര്യമില്ല, പഴയ അവസ്ഥയും പോലെ ഇപ്പൊ പിന്നെ അങ്ങനെ നടക്കുന്നതാണ് ഇപ്പോൾ സ്വാതന്ത്ര്യം. അതാണ് ഇന്ന് അലങ്കാരം എന്നുള്ളത്. അതിന് പ്രോത്സാഹിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മറിച്ച് സ്വന്തം ശരീരത്തിൽ നിന്നവന്യതകൾ അന്യപുരുഷന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാതെ അച്ചടക്കത്തോടെ ലജ്ജയോടെ ഒതുങ്ങി നടക്കുന്ന പെൺകുട്ടികൾ, അടിമത്തം പേറുന്നവർ, ആഭാസതരത്തിൽ ജീവിക്കുന്നവർ, അവർ സ്വാതന്ത്ര്യത്തിന്റെ മാർഗത്തിൽ ജീവിക്കുന്നവർ, പുരോഗമനവാദികളെന്ന് എത്ര അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നുണ്ട് ഇത്തരം മേഖലകൾ. കണ്ണുകൾ പതറിപ്പോകുന്നിടത്ത് അതാണ് വലിയ കണ്ണുകൾ താഴ്ത്തുക എന്ന്. കണ്ണുകൾ പതിയുന്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നോട്ടങ്ങൾ മനുഷ്യനെ ശ്രദ്ധ തെറ്റിക്കുമ്പോഴുള്ള അപകടങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണുകൾ താഴ്ത്തണമെന്ന്. കണ്ണുകൾ താഴ്ത്തിയില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധകൾ നഷ്ടപ്പെട്ടു പോകും. അത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും. ആ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി റോഡിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതുകൂടിയാണ്. പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നിതാണ്, വലാ തുൽഖു ഐദിക്കും ഇലാ തഹ്ലൂകതി എന്ന് വിശുദ്ധ ഖുർആൻ. നിങ്ങൾ സ്വയം നാശം ക്ഷണിച്ചു വരുത്തരുത്, അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തരുത്. ആവേശപ്പുറത്ത് നിങ്ങൾ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തിയിട്ട് നിങ്ങൾ സ്വയം നാശം തിരഞ്ഞെടുത്താൽ, അബദ്ധത്തിലാണെങ്കിലും മരണം സംഭവിച്ചു പോയാൽ നഷ്ടപ്പെട്ടു പോയ ജീവൻ തിരിച്ചെടുക്കാൻ കഴിയില്ല. മനുഷ്യരെ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ജീവൻ തിരിച്ചു പിടിക്കാൻ കഴിയില്ല. ജീവന് വലിയ വില കൽപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഇസ്ലാം. അപ്പൊ അതുകൊണ്ട് കണ്ണുകൾ ശ്രദ്ധിക്കണമെന്ന് യാത്രികരോട്, വാഹനം ഓടിക്കുന്നവരോട് പറയുന്നുണ്ട്. വഴിയിൽ നിൽക്കുന്നവരോടും കാൽനട യാത്രക്കാരോട് പോലും ശക്തമായ നിർദ്ദേശം കൊടുക്കുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇത് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്, അത് പാലിക്കണം. അതുപോലെ തന്നെ നമുക്ക് അപകടം ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നുള്ളത് കാഴ്ച എന്നതിനപ്പുറത്ത് അശ്രദ്ധ എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അപകടങ്ങൾ നമ്മുടെ അശ്രദ്ധയാണ് ഒരു പരിധി വരെ. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഡ്രൈവിങ്ങിലല്ലാതെ മറ്റു ശ്രദ്ധയിലേക്ക് പോവുക. മൊബൈൽ ഫോണുകൾ ഉപയോഗങ്ങൾ, വാഹനത്തിനകത്തിരുന്നിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് വലിയ ഓവർ കോൺഫിഡൻസിൽ നമ്മൾ ആഹാരം കഴിക്കുന്നു, അല്ലെങ്കിൽ റേഡിയോ സ്റ്റീരിയോ കൈകാര്യം ചെയ്യുന്നു, പാട്ട് വെക്കുന്നു, അല്ലെങ്കിൽ പ്രഭാഷണം വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഇതെല്ലാം ഈ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന അതേ വേഗതയിൽ തന്നെ ചെയ്യുന്ന പരിപാടിയുണ്ട്. എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും ഒരു മനുഷ്യന്റെ ഉള്ളിലും രണ്ട് ഹൃദയം അല്ലാഹു നൽകിയിട്ടില്ല എന്ന്.
കൽബൈനി ഫീ ജൗഫിഹി എന്ന്. ഒരു മനുഷ്യന്റെ ഉള്ളിലും രണ്ട് മൈൻഡില്ല. ഒരാൾക്ക് ഒരു മൈൻഡേ ഉള്ളൂ, ഒരു മനസ്സേ ഉള്ളൂ. ഒരു സമയത്ത് ഒന്നിലേറെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ല. ഒരു മനുഷ്യനും ഒരു സമയത്ത് ഒന്നിലേറെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയില്ല. ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കണ്ണ് ഇവിടെ ഉണ്ടാകും, കണ്ണ് തുറന്നു തന്നെ ഉണ്ടാകും. എന്നിരുന്നാൽ പോലും കണ്ണുകൊണ്ട് നമുക്ക് നോക്കാനേ കഴിയുള്ളൂ, കാണാൻ കഴിയില്ല. കണ്ണുകൊണ്ട് നോക്കാം, കാണാൻ കഴിയില്ല. കാണണമെങ്കിൽ ഹൃദയത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം, മൈൻഡ് അവിടെ ഉണ്ടാകണം. നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കുക, കട്ടണിൽ തന്നെ നോക്കിയിരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഒരു വാഹനമാണ് എൻ്റെ മനസ്സിലുള്ളത് എങ്കിൽ അതേ എൻ്റെ കണ്ണിലുണ്ടാവുള്ളൂ. എനിക്ക് നോക്കാനേ കഴിയുള്ളൂ. കാണുന്നത് എൻ്റെ ഹൃദയം കൊണ്ടാണ്. അതെന്ത് ചെയ്യുക? വിശുദ്ധ ഖുർആൻ എന്ന വിശുദ്ധ ഖുർആൻ കണ്ണുകളെ അന്ധത ബാധിക്കാറില്ല. കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത്, മറിച്ച് നെഞ്ചകത്തിരിക്കുന്ന ഹൃദയങ്ങൾക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഈ മനുഷ്യന്റെ ഹൃദയമാണ്, മൈൻഡാണ്. ആ മൈൻഡിൽ എന്താണോ തെളിയുന്നത് അതായിരിക്കും അവന്റെ മുമ്പിൽ കാണപ്പെടുന്നത്. കണ്ണ് എത്ര തുറന്നിരുന്നാലും നമ്മൾ മൊബൈലിൽ സംസാരിക്കുക, അല്ലെങ്കിൽ സ്റ്റീരിയോയിലേക്ക് നോക്കുക, മറ്റേതെങ്കിലും കാര്യങ്ങൾ പറയുക, മറ്റേതെങ്കിലും ചിന്തയിലേക്ക് പോകുമ്പോൾ അത് മാത്രമായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. മുമ്പിൽ റോഡ് ഉണ്ടാവില്ല, കുറുകെ ചാടുന്ന മനുഷ്യനുണ്ടാവില്ല, എതിരെ വരുന്ന വാഹനം ഉണ്ടാവില്ല. ആ അശ്രദ്ധയിലാണ് ഒരു ജീവൻ ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നത്. അതുണ്ടാകാൻ പാടില്ല. അശ്രദ്ധ മൂലമുള്ള അപകടങ്ങൾ ഒരുപാട് ധാരാളം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. യാത്ര ചെയ്യുമ്പോൾ, വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധയുണ്ടായിരിക്കണം, പരിപൂർണമായ ശ്രദ്ധയുണ്ടായിരിക്കണം. അതിന് തെറ്റിപ്പോകുന്ന ഒരു ചിന്തയും വരാൻ പാടില്ല, ഒരു നോട്ടവും പാളിപ്പോകാൻ പാടില്ല. ഇതൊന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത് കഫുൽ അദ, ഗതാഗത സൗകര്യത്തിന് പ്രതിബന്ധമാകുന്ന എല്ലാ തടസ്സങ്ങളും ഒഴിവാക്കി കൊടുക്കുക, നമ്മൾ തടസ്സങ്ങളാകാതിരിക്കുക എന്നതാണ്. രണ്ടാമത് പറയുന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, റോഡ് മാർഗം നമുക്കുണ്ടാകുന്ന പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും നമ്മൾ മാറ്റുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ തടസ്സം ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ്. യാത്രക്കാരോടും അതോടൊപ്പം തന്നെ വഴിയിൽ നിൽക്കുന്നവരോടുമൊക്കെ വഴി എന്നുള്ളത് യാത്രക്കാരന് വേണ്ടിയാണ്. അത് ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ്. അതിൽ നമ്മുടെ ആധിപത്യം ഉണ്ടാകാൻ പാടില്ല. മറ്റുള്ളവർക്ക് യാത്രാ തടസ്സമുണ്ടാക്കുന്ന വിധത്തിൽ നമ്മൾ നിൽക്കാനോ നമ്മുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പാടില്ല. ഇനി പാർക്കിങ്ങിലും ഒരു മര്യാദയും ഇല്ലാത്ത ആൾക്കാരാണ് നമ്മുടെ ആൾക്കാർ. പ്രത്യേകിച്ച് എനിക്കൊന്ന് മുസ്ലിങ്ങൾക്ക് തിങ്ങിപ്പാർക്കുന്ന ഏരിയയിൽ അല്പം മേധാവിത്വം കാണിക്കുന്നത് പോലെ കാണാറുണ്ട്. എല്ലായിടത്തും കാണുമായിരിക്കും, പക്ഷെ നമ്മൾ ഇടയിൽ ചർച്ച നടത്തുന്നത് കൊണ്ട് എടുത്തു പറയേണ്ട ഒരു മേഖലയായിട്ട് തോന്നുന്ന ചില വിഷയങ്ങളുണ്ട്. ഇവിടെ ഒരു മര്യാദയില്ലാത്ത പാർക്കിംഗ് ആണ്. മറ്റുള്ളവർ എങ്ങനെയും പൊക്കോട്ടെ, എൻ്റെ വണ്ടി ഞാൻ ഇങ്ങനെ ഇവിടെ ഇടുമെന്നുള്ള മട്ടിലാണ് ഈ മാത്തത്തുൽ അദാനി തുരീഖ്, ഈമാന്റെ കാര്യങ്ങൾ, ഘടകങ്ങളെ കുറിച്ച് റസൂൽ സംസാരിച്ചപ്പോൾ അതിൽ ഏറ്റവും താഴെയുള്ളത് റോഡിലെ മാർഗതടസ്സങ്ങളെ നീക്കം ചെയ്യലാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഈമാന്റെ ഭാഗമാണ്. റോഡിലെ മാർഗതടസ്സങ്ങളെ നീക്കുക എന്നുള്ളത് ഈമാന്റെ ഭാഗമാണെന്ന് പഠിപ്പിക്കുമ്പോൾ അതേ മുസ്ലിമാണ് മറ്റുള്ളവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുക ഗേറ്റിന്റെ ഫ്രണ്ടിൽ. അതിന് റോഡിൽ എന്ത് ചെയ്യുക, റോഡിന്റെ നടുക്കോട്ട് കയറ്റിയിട്ട് ഒന്നും ശ്രദ്ധിക്കാറില്ല. മറ്റുള്ളവർക്ക് ഇതെങ്ങനെ ബാധിക്കും എന്നതിനെക്കുറിച്ച് ഒരു ആലോചനയുമില്ലാതെ എൻ്റെ വാഹനം എങ്ങനെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് എൻ്റെ കാര്യങ്ങൾ നടത്തിപ്പോകണമെന്നുള്ള രീതി. അത് കണക്കിന് യാത്ര ചെയ്യുമ്പോഴുള്ള രീതികൾ, ഈ യാത്ര ചെയ്യുമ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് കൂടി സൗകര്യം കൊടുക്കാതെ ഈ സ്ത്രീധനം കിട്ടുക എന്നൊക്കെ പറയുന്നൊരു പ്രയോഗം ഉണ്ടല്ലോ. സ്ത്രീധനമേ ഇല്ല, പക്ഷെ സ്ത്രീധനം എന്നൊരു പ്രയോഗമുണ്ട്. നിനക്ക് സ്ത്രീധനം കിട്ടിയതുപോലെയാണ് റോഡ് ഉപയോഗിക്കുക എന്ന്. സ്ത്രീധനം എന്ന വല്ലവൻ്റെ അധ്വാന ഫലം. എനിക്കൊരു കുടുംബം ഉണ്ടാകുന്നതിന് വേണ്ടി ഒരാളുടെ മകളെ ഞാൻ വിവാഹം കഴിച്ചപ്പോൾ അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കുറേ പണം അവൻ്റെ നിന്ന് ചുളുവിനുണ്ടാക്കിയിട്ട് സ്വന്തം കാശ് പോലെ ചിലവാക്കുന്ന ഒരു പരിപാടിക്കാണ് സ്ത്രീധനം കിട്ടുക എന്ന് പറയുക. അതേ ഇല്ല. പക്ഷെ അതുപോലെയാണ് നമ്മൾ പൊതുനിരത്തിൽ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ പെരുമാറ്റങ്ങൾ. ഇതിപ്പോൾ എനിക്ക് സ്ത്രീധനമായിട്ട് ആരോ തന്നതുപോലെയുള്ള രീതിയിലാണ്. മറ്റുള്ളവൻ്റെ യാത്രയോ സൗകര്യങ്ങളോ ഒന്നും നോക്കാതെ അതിൽ പൂർണ്ണ ആധിപത്യം കാണിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന രീതികൾ കണ്ടുവരുന്നുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, കഫുൽ അദാ എന്നതിന് വിപരീതമായിട്ട് മറ്റുള്ളവർക്ക് യാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേ ആ ഗണത്തിലേ പെടുകയുള്ളൂ. അത് ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അത് ഒഴിവാക്കുക എന്നുള്ളത്, ഒരു മാർഗ തടസ്സം ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ ആളായിട്ട് കയറി നിന്നിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വാഹനങ്ങൾ മോശമായ രീതിയിൽ പാർക്ക് ചെയ്തിട്ടോ നമ്മുടെ വാഹനങ്ങൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടോ ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അങ്ങനെയും അപകടങ്ങൾ കടന്നു വരുന്നുണ്ട്. അത്തരത്തിലും അപകടങ്ങൾ ഇവിടെ കടന്നു വരുന്നുണ്ട്. അത് ഒഴിവാക്കി കൊടുക്കേണ്ടത് വിശ്വാസിയുടെ ബാധ്യതയാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഫുൽ അദാ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതോട് ചോദിച്ചു, നബിയെ, ഒരു പുണ്യം പറഞ്ഞു നൽകണം, ഞാനത് ജീവിതത്തിൽ പകർത്തിയിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ പുണ്യം നേടട്ടെ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വിശ്വാസികൾ കടന്നു പോകുന്ന വഴിയിൽ നിന്ന് അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന മാർഗ തടസ്സങ്ങളെ നീക്കിക്കൊടുക്ക്, അത് വലിയ പുണ്യമാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ.
അള്ളാഹുവിൻ്റെ റസൂലിനോട് സഹാബി വന്ന് ചോദിച്ച ചോദ്യമാണ്, നബി പരലോകത്തേക്ക് മാറ്റിവെക്കാൻ പറ്റിയൊരു പുണ്യത്തെക്കുറിച്ച് പറയാൻ. ഓരോരുത്തരോടും ഓരോ സന്ദർഭത്തിലും ഇത്തരത്തിൽ ചോദിക്കുമ്പോൾ ഓരോന്നങ്ങ് പറഞ്ഞു കൊടുക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വന്ന് ചോദിക്കുന്ന മനുഷ്യൻ്റെ ചോദ്യവും ആ സാഹചര്യവും സന്ദർഭവും പ്രവാചകൻ തൊട്ടു മുമ്പ് കണ്ടതോ കേട്ടതോ ആയ കാര്യങ്ങളും എല്ലാം കൂടെ ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രവാചകന്റെ മുമ്പിൽ പലപ്പോഴും ആവർത്തിച്ചു വരാറുണ്ട്. അത്തരം ചോദ്യങ്ങൾക്ക് ഓരോ സമയത്തും ഓരോ ഉത്തരങ്ങളാണ് റസൂൽ പറയാറുള്ളത്. ഒരാൾ വന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെയും ഒരു മറുപടി കൊടുത്തിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. റോഡ് അതല്ലെങ്കിൽ വഴികളുമൊക്കെ അത് ഒരുക്കി തടസ്സം മാറ്റിക്കൊടുക്കുക എന്നത് തന്നെ വലിയൊരു കാര്യമാണ്. റോഡിന് വേണ്ടിയിട്ട് ജാരിയായ സ്വതക്കെക്കുറിച്ച് റസൂൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത് വഴി ഒരുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പുണ്യമാണ്. അത് മരണം കഴിഞ്ഞാലും ഖബറിലേക്ക് കിട്ടുന്ന ജാരിയായ സ്വതക്കയാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ വഴിയുണ്ടല്ലോ, വഴിക്ക് വേണ്ടി സ്ഥലം വിട്ടു കൊടുക്കുക, അത് വലിയ പുണ്യമാണ് എന്ന് റസൂൽ പറയുന്നുണ്ട്. അത് വലിയ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഇന്ന് നമ്മൾ പൊതുവഴി വെട്ടിപ്പിടിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മളുള്ളത്. അത് കണക്ക് തന്നെ നമ്മുടെ വസ്തുവിൽ നിന്ന് അല്പസ്ഥലം വിട്ടുകൊടുത്താൽ നമ്മുടെ വീടിന് പുറകിലുള്ള എത്രയോ പേർക്ക് വഴി കിട്ടും. എന്നിരുന്നാൽ പോലും നമ്മൾ അല്പസമയം സ്ഥലം പോലും വിട്ടുകൊടുക്കാതെ മതിൽ കെട്ടിയിട്ട് അവരെ കിലോമീറ്ററുകൾ ചുറ്റി നടക്കാൻ വേണ്ടി നിർബന്ധിക്കുന്ന സാഹചര്യം ഉണ്ടല്ലോ. അതൊന്നും അത്രയൊന്നും മനുഷ്യപ്പറ്റുള്ളവർ ചെയ്യുന്ന പരിപാടിയില്ല. മുസ്ലിങ്ങൾക്ക് അല്പം കൂടി വിശാലമായ കാഴ്ചപ്പാട് വേണം. ഈ ഭൂമിയൊന്നും ചുരുട്ടി ആരും കൂടെ കൊണ്ടുപോകുന്നില്ല. ആരും കൊണ്ടുപോകുന്ന സ്ഥലങ്ങളല്ലേ ഈ ഭൂമിയിൽ അവശേഷിക്കുന്ന. നീ മരിച്ചു കഴിഞ്ഞാലും കാലാകാലം അവശേഷിക്കുന്ന മഹത്തായൊരു പുണ്യമായിരിക്കും നീ കൊടുക്കുന്ന വഴി. ആ വഴിയിലൂടെ നടക്കുന്ന ഓരോ ചുവട്ടടികൾക്കും നിന്റെ ഖബറിലേക്ക് നന്മ വരും, പ്രതിഫലം വരുമെന്ന് പഠിപ്പിച്ചൊരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾക്ക് അല്പമൊക്കെ വിശാലത ഉണ്ടാകണ്ടേ, അല്പമൊക്കെ വിട്ടുവീഴ്ചയും ഉണ്ടാകണ്ടേ? എത്ര കുടുംബങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, എത്രയോ കുടുംബങ്ങളെ. കുട്ടികളെ പോലും തൻ്റെ കോമ്പൗണ്ട് വഴി ക്രോസ് ചെയ്ത് പോകാൻ അനുവദിക്കാത്ത കടുംപിടുത്തങ്ങൾ കാണിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് കിലോമീറ്ററുകൾ അവർക്ക് കറങ്ങേണ്ടി വരും. അങ്ങനെയുള്ളപ്പോൾ ഒരു 100-200 മീറ്റർ അവർക്ക് എളുപ്പം വീട്ടിലെത്താൻ റോഡിൽ നിന്ന് ഒരാളുടെ കോമ്പൗണ്ടിലൂടെ നടന്നു പോകേണ്ടി വന്നാൽ ആ കോമ്പൗണ്ടിൽ കൊച്ചു കുട്ടികളെ പോലും കയറ്റാത്ത, ഒരു മയ്യത്ത് കൊണ്ടുപോകാൻ പോലും അനുവദിക്കാത്ത വിധത്തിലുള്ള ചില മൾക്കടമുഷ്ടിക്കാർ നമുക്കിടയിലുണ്ട്. അതൊന്നും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടാവുന്ന നന്മകളല്ല, അതൊരു നന്മയേ അല്ല. അതങ്ങ് ഒരു കാരണവശാലും ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല. വഴി ഒരുക്കുക എന്നുള്ളതും വഴിയിലുള്ളവരുടെ പ്രതിബന്ധങ്ങൾ നീക്കുക എന്നതിലും പുണ്യം കൽപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഇസ്ലാം. ഇത് പൗരന്മാരുടെ ധർമ്മത്തിനൊപ്പം ഒരു സമൂഹത്തിന്, ഒരു ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണ് എങ്കിൽ അത്തരമൊരു സൊസൈറ്റിയിൽ ഇത്തരം പ്രതിബന്ധങ്ങൾ നീക്കം ചെയ്യേണ്ടതും ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാക്കേണ്ടതും സൗകര്യങ്ങൾ ഒരുക്കേണ്ടതും ആ സ്റ്റേറ്റ്സിന്റെ ബാധ്യതയാണ്, അവിടുത്തെ ഭരണകൂടങ്ങളുടെ ബാധ്യതയാണ്. ഇന്നിവിടെ റോഡ് അപകടങ്ങൾ നടക്കുമ്പോൾ അതിലേറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ്? ഗവൺമെൻറ്റുകളുടെ അനാസ്ഥയാണ്. സഞ്ചാരയോഗ്യമായ ഗതാഗത ഇതിന് സംവിധാനിക്കപ്പെട്ടിട്ടുള്ള നല്ല റോഡുകൾ ഇവിടെ ലഭ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഇനിയിപ്പോൾ ഇവിടെയാണ് അങ്ങനെയുള്ള റോഡുകളുണ്ട് ഉള്ളത് എന്ന് അന്വേഷിച്ച് നമുക്ക് എവിടെയും പോകണ്ട. ഈ മുറ്റത്തോട്ട് ഇറങ്ങിയാൽ മതി, ഈ പള്ളിയുടെ പുറത്തിറങ്ങിയാൽ തന്നെ മനസ്സിലാവും ഇതെല്ലാ കാലവും ഇവിടെ ഇങ്ങനെ തന്നെയാണ്. എല്ലാ കാലവും ഇവിടെ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ തന്നെയാണ്. എത്ര വാഹനങ്ങളാണ് ഒരു ദിവസം കടന്നു പോകുന്നത്. ഒരു വാഹനം ഇവിടെ നിരത്തിലിറങ്ങുമ്പോൾ എത്ര നികുതിയാണ് ഈടാക്കുന്നത്? GST ആയിട്ട്, റോഡ് ടാക്സ് ആയിട്ട്, ഓരോ വാഹനത്തിൻ്റെ പുറകിലും ഗവൺമെൻറ് കൈപ്പറ്റുന്ന ലക്ഷക്കണക്കിന് രൂപയുണ്ട് ഓരോ വാഹനത്തിൻ്റെ പുറകിലും. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യമാണ് ഈ വാഹനങ്ങളുടെ നികുതിയായിട്ടും റോഡ് ടാക്സ് ആയിട്ടും ഒക്കെ ഗവൺമെൻറ്റുകൾ പിടിച്ചു വെക്കുമ്പോൾ. എന്നിട്ട് ഒരുപാട് നിയമങ്ങൾക്ക് പുതിയ നിയമങ്ങൾ പരിഷ്കരിക്കപ്പെട്ടു. പിന്നെ ഈ ശിക്ഷകളും പരിഷ്കരിച്ചു. പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യത്തെ കേസ് തന്നെ ട്രാഫിക് കേസാണ്. അതും ആദ്യത്തെ കേസ് കുളത്തൂപ്പുഴ ഭാഗത്താണ്ടാണ് ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതും അമിത വേഗതയിൽ വാഹനം 2 വീലർ ഓടിച്ചൊരു ചെറുപ്പക്കാരൻ്റെ പയ്യൻ്റെ പേരിലാണ് കേസ് വന്നിട്ടുള്ളത്. അവിടെ ഇവിടെ ഈ നിയമങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുക, പെറ്റികൾ ഈടാക്കുക. അവിടെയും വരുമാനം കണ്ടെത്തുമ്പോഴും ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ വഴി ഉണ്ടാക്കുന്നതിൽ ഗവൺമെന്റുകൾ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന ഇസ്ലാമിന്റെ ഖലീഫയുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ഇറാഖിലൂടെ നടന്നു പോകുന്ന ഒരു ഒട്ടകം, ആ ഒട്ടകത്തിന്റെ കാല് ഉമർ പണിത പാലത്തിൽ കുടുങ്ങിയിട്ട് ആ ഒട്ടകത്തിന്റെ കാലിന് പരിക്കേറ്റാൽ അള്ളാഹു എന്നോട് ചോദിക്കില്ലം തസ്ലഹലഹ, എന്തുകൊണ്ട് ഉമറേ അതിന് നീ വഴി ഒരുക്കി കൊടുത്തില്ല എന്ന്? എന്തുകൊണ്ടാണ് ഉമറേ നല്ല വഴി നീ ആ മൃഗത്തിന് ഒരുക്കി കൊടുക്കാത്തതെന്ന് എന്റെ പടച്ചവൻ എന്നോട് ചോദിക്കുമെന്ന് പറഞ്ഞ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഭരണാധിപൻ കടന്നുപോയിട്ടുണ്ട് ഇവിടെ. ഇറാഖിൽ ഈ മദീനയിലിരുന്ന് ഭരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, അങ്ങ് ഇറാഖിൽ എൻ്റെ ഭരണത്തിന്റെ പ്രവിശ്യയിൽപ്പെട്ടിട്ടുള്ള ഇറാഖിലെ ഒരു പാലത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഒട്ടകത്തിന്റെ കുളമ്പ് ആ പാലത്തിൽ കുടുങ്ങിയിട്ട് പരിക്കേറ്റാൽ അതിന്റെ പേരിൽ ഉമറിന്റെ മുമ്പിൽ ചോദ്യമുണ്ടാകുമെന്ന് ഭയന്നൊരു നേതാവുണ്ട്. അങ്ങനെയുള്ള നേതാക്കന്മാരുണ്ടാകണം നമുക്ക്.
എങ്ങനെ ജനങ്ങളെ കുത്തിപ്പിഴിഞ്ഞ് നമുക്ക് ഖജനാവ് നിറയ്ക്കാം എന്ന് ചിന്തിക്കുന്നവരല്ല നേതാക്കന്മാര്. എങ്ങനെ ജനങ്ങൾക്ക് ക്ഷേമമുള്ള ഒരു ജീവിതം കൊടുക്കാൻ കഴിയുമെന്ന് ആലോചിക്കുന്ന നേതാക്കന്മാരുണ്ടാകണം. ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് കാലഘട്ടത്തിൽ ശക്തമായ ഭക്ഷ്യക്ഷാമം ഉണ്ടായി. ഭക്ഷണം കിട്ടാനില്ല ആൾക്കാർക്ക്. അങ്ങനെ ഭക്ഷണത്തിന് ദൗർലഭ്യമുണ്ടായപ്പോ ഖജനാവിൽ ഉള്ള ബൈത്തുൽ മാലിൽ നിന്നുള്ള മൃഗങ്ങളെ അറുത്ത് അതിന്റെ മാംസങ്ങൾ വിതരണം ചെയ്യാൻ പറഞ്ഞു. ഒരു റേഷൻ എന്ന പോലെ എല്ലാ വീടുകളിലേക്കും ആഹാരം എത്തണമെന്ന് മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ പട്ടിണിക്കാരുടെ വീട്ടിലേക്ക് ആടുകളെ അറുത്തിട്ട് അതിന്റെ മാംസം കൊടുത്തുവിട്ടു. എല്ലാവർക്കും കൊടുത്തുവിട്ടു. ഉമറും അന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഒരു ആടിന്റെ തൊടയുടെ ഇറച്ചി അദ്ദേഹത്തിന്റെ മുമ്പിൽ വിളമ്പി വെച്ചു. അദ്ദേഹം പറഞ്ഞു, ഇതെവിടെ നിന്ന് വന്നു എന്ന്. എല്ലാവർക്കും കൊടുക്കപ്പോ അങ്ങയുടെ ഓഹരിയാണിത് എന്ന്. അങ്ങയുടെ ഓഹരിയാണിത് എന്ന് പറയുമ്പോ എന്റെ നാട് പട്ടിണി കിടക്കുമ്പോ ആട്ടിന്റെ തുട ഇറച്ചി തിന്നാൻ ഉമർ നന്ദി കെട്ടവനല്ല എന്ന്, ഉമറിന് അങ്ങനെ ഒരു ഭരണ നേതാവല്ല എന്ന് പറഞ്ഞിട്ട് ആ ഭക്ഷണം മാറ്റിവെച്ചവനാണ് സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഉണ്ടായ നേതാവല്ല. വിശുദ്ധ ഖുർആൻ ഉണ്ടാക്കിയ വിപ്ലവത്തിന്റെ ആ മനോഹരമായ സാംസ്കാരിക വിപ്ലവത്തിൽ വിധേയനായ മനുഷ്യനാണ്. ഖുർആൻ നയിക്കുന്ന ഒരു ജീവിതം അദ്ദേഹത്തിനുണ്ടായത് കൊണ്ട് മാത്രമാണ് ഉമറിന് ഇങ്ങനെ ഒരു പരിവർത്തനം ഉണ്ടായത്. എണ്ണ കിട്ടാനില്ല കേട്ടോ, അവിടെ വെണ്ണ കിട്ടാനില്ല, വെണ്ണയെ കിട്ടാനില്ല, നെയ്യ് കിട്ടാനില്ല. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കറിയാണ് വെണ്ണ എന്നുള്ളത്. ആ വെണ്ണ കിട്ടാനില്ലാത്തത് കൊണ്ട് ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ല. ആൾക്കാർക്ക് ഒലീവിന്റെ എണ്ണ കൊണ്ട് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം ഉണ്ടായി. വെണ്ണയില്ലാതെ എണ്ണയും ചേർത്ത് റൊട്ടി കഴിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിന് വയറിളക്കമുണ്ടായി. വയർ സംബന്ധപ്പെട്ട ബുദ്ധിമുട്ട് നിരന്തരമായപ്പോ ഈ വെണ്ണ ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ ഖജനാവിൽ വെണ്ണയുണ്ടല്ലോ, നമുക്കല്പം അത് എടുത്തുകൂടെ, എന്തിനായി ബുദ്ധിമുട്ടുന്നത് എന്ന് കൂടെയുള്ള ഭൃത്യമാർ ചോദിക്കുമ്പോ എന്റെ നാട്ടിലുള്ളവർ എണ്ണ കഴിക്കുമ്പോ അവർക്ക് വെണ്ണ കിട്ടാതെ ഞാൻ എങ്ങനെയാണ് വെണ്ണ കൂട്ടി ആഹാരം കഴിക്കുന്നത് എന്ന്, എന്റെ രാജ്യത്ത് ആദ്യം വിശക്കുന്നവൻ ഞാനാകണം, അവസാനം വിശപ്പടക്കുന്നവനും ഞാനാകണമെന്ന് പറഞ്ഞൊരു നേതാവ്. അങ്ങനെ ഒരു നേതാവിനെ നമുക്കിവിടെ കാണാൻ കഴിയും. ഈ ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നത് പ്രശ്നമല്ല. ഭരണകൂടങ്ങൾക്ക് അവരെങ്ങനെ യാത്ര ചെയ്യുന്നു എന്നത് പ്രശ്നമല്ല. അതിനെക്കുറിച്ച് ആരും ആലോചിക്കുന്നില്ല. പെട്രോളിന്റെ വില കൂടിയിട്ടുണ്ട്, നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വില കൂടിയിട്ടുണ്ട്. അവർക്ക് ദിവസം എത്ര രൂപയുടെ ചെലവ് വരുന്നുണ്ട് ആരും ആലോചിക്കുന്നില്ല. ഒരു പാർലമെന്റ് MP പറയാണ് 3 ലക്ഷം രൂപയോളം ഏറ്റവും ചുരുങ്ങിയത് ശമ്പളം കിട്ടുന്ന ഒരു MP പറയാണ് കടത്തില. എങ്ങനെയാ ജീവിക്കുന്നതെന്ന് ഒരു MP പറഞ്ഞൊരു വാചകമാണ്. ഈ കടത്തില എങ്ങനെ ജീവിക്കുന്നതെന്ന്, ഇവിടെ ലോൺ എടുത്തിട്ടാണ് ഞാൻ ജീവിക്കുന്നതെന്ന്. 3 ലക്ഷം രൂപ ഏറ്റവും ചുരുങ്ങിയത്, 4 ലക്ഷം രൂപയോളം അവർക്ക് കിട്ടുന്നുണ്ട്. എല്ലാം കൂടെ ചേരുമ്പോ പ്രതി മാസം അത്രത്തോളം രൂപ കിട്ടിയിട്ട് ഒരു പറയാണ് ഇവിടെ ഞാൻ ലോൺ എടുത്ത ഇപ്പൊ ജീവിക്കുന്നതെന്ന്. അങ്ങനെ പറയുന്ന ഒരു സാഹചര്യമുള്ളപ്പോ ഇവരൊക്കെ ഭരിക്കുന്ന ഈ രാജ്യത്ത് ഈ ജനങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എത്ര രൂപ വേണം ഒരു ശരാശരി ഒരു ബൈക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരു യാത്രികന് ഇവിടെ പുറത്തിറങ്ങി ഒരു മാസം 4000-5000 രൂപ പെട്രോൾ അടിക്കാൻ വേണ്ടി മാത്രം വേണം. 5000 രൂപ ഉണ്ടെങ്കിൽ ഒരു കുടുംബം കൊണ്ടുപോയിരുന്നു. ഒരു 10 പതിറ്റാണ്ട് മുമ്പ് ഇവിടെ, ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് 5000 രൂപ ഉണ്ടെങ്കിൽ ഒരു കുടുംബം ഒരു മാസം കഴിച്ചിലാകും. ഇന്ന് പെട്രോൾ അടിക്കും. ഈ 2 വീലർ ഉള്ളവർ ഇത്രയും ചിലവുണ്ട്. അത്രയും വലിയ സാമ്പത്തിക ബാധ്യത നിൽക്കുമ്പോഴും പിന്നെ ഈ നികുതിയുടെ മേൽ നികുതി കൂട്ടിയിട്ട് ജനങ്ങളുടെ മേൽ റോഡ് ടാക്സുകൾ, വാഹനത്തിന് ടാക്സുകൾ എല്ലാം കൂട്ടിയിട്ടും ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ നല്ല റോഡുകളില്ല, ജനങ്ങൾക്ക് മിതമായ ചിലവിൽ ജീവിക്കാൻ ഇവിടെ കഴിയുന്നില്ല. കുറഞ്ഞ വിലയിൽ ഭക്ഷണമില്ല, മണ്ണെണ്ണയില്ല, അരികളില്ല, ഒന്നുമില്ല. എന്താ ഇവിടെ സൗജന്യമുള്ളത്? ഒന്നുമില്ല. എല്ലാത്തിനും വില കൊടുക്കണം, എല്ലാത്തിനും നികുതി കൊടുക്കണം. 10 രൂപ ഉണ്ടാക്കിയാൽ അങ്ങോട്ടിട്ടാലും നികുതി, ഇങ്ങോട്ടെടുത്താലും നികുതി. ഈ വിധത്തിലാണ് ഭരണകൂടങ്ങൾ പോകുന്നത്. അവിടെയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ഭരണാധിപൻ ഈ രാജ്യത്തിന് ആവശ്യമാണ് എന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ വാക്കിന്റെ പ്രസക്തി എന്നുള്ളത്. ഈ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് ജനനായകൻ. ഈ ഉമർ എന്ന ഖലീഫയെ കാണാൻ വേണ്ടി പേർഷ്യയിൽ നിന്ന് കടന്നു വന്നൊരു ദൂതൻ അദ്ദേഹത്തിന്റെ കൊട്ടാരം തപ്പിപ്പോയപ്പോൾ കൊട്ടാരം ഉണ്ടായിരുന്നില്ല. ഒരു കൊച്ചു കുടിലിന്റെ മുമ്പിൽ പോയി നിന്നു. ഇതാണ് ഉമറിന്റെ കൊട്ടാരം എന്ന് പറയുമ്പോൾ ഈ കുടിലാണോ ജീവിക്കുന്നതെന്ന് ആ കുടിലിനകത്ത് അന്വേഷിക്കുമ്പോൾ അവിടെ ഇല്ല ആള്. ആൾ അന്വേഷിച്ച് പിന്നെയും പുറത്തോട്ട് പോയി. ആൾ പുറത്തു പോയെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങാടിയിലൂടെ തിരഞ്ഞു നടക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, നിങ്ങൾ ഉമറിനെയാണോ തിരക്കുന്നത്? അദ്ദേഹമാണ് ആ മാവിൻ ചുവട്ടിൽ ഉറങ്ങുന്നത് എന്ന്. ഒരു മരത്തിന്റെ ചോട്ടിൽ ഒരു മനുഷ്യൻ കിടന്നുറങ്ങുമ്പോൾ ആ മനുഷ്യന്റെ മുമ്പിലേക്ക് പോയി നിന്ന് അദ്ദേഹം ഉണരുന്നവരെ കാത്തു നിന്നിട്ട് ഉണർന്നപ്പോ പറഞ്ഞൊരു വാചകമുണ്ട്, മനുഷ്യ എത്ര മഹാനാണ് താങ്കളെന്ന്. അദൽത ഫനിംദ യാ ഉമറെന്ന് നീതിപൂർവം ഭരണം ചിലവഴിച്ചതുകൊണ്ട് ആരെയും ഭയക്കാതെ ഈ മരച്ചുവട്ടിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് അത്ഭുതം തന്നെയാണ്. പാറാവുകാരില്ലാതെ, അംഗരക്ഷകരില്ലാതെ, ബാക്ക്യാറ്റ്സുകളില്ലാതെ, പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഏത് നേതാവിനാണ് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നടക്കാൻ കഴിയുന്നത്? അത്രമേൽ അഴിമതിയുടെ മുച്ചൂടി രാജ്യത്തെ മുടിപ്പിച്ചു പോയ അക്രമിയായ ഭരണകൂടങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിയെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങി വരാൻ, പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഇറങ്ങി വരാൻ, ഇങ്ങനെ നിർഭയത്വത്തോടെ കിടന്നുറങ്ങാൻ എങ്ങനെയാണ് കഴിയുന്നത് എന്ന് താങ്കൾ നീതി കാണിച്ചിരിക്കുന്നു, അതുകൊണ്ട് താങ്കൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞു എന്ന്.
എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഭരണാധികാരിയെക്കുറിച്ച് പേർഷ്യ കടന്നു വന്നൊരു ദൂതൻ. അത്രയുമുണ്ട്. ഈ അത്രത്തോളം നീതിപൂർവ്വം ഭരിക്കുന്നൊരു ഭരണകൂടങ്ങൾ ആവശ്യമാണ്. ഇവിടെ ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളൊക്കെ മാറിയിട്ട് മനോഹരമായ റോഡുകൾ, ഗതാഗത സൗകര്യം ഒരുക്കേണ്ടത് ബാധ്യതയാണ്. ഇത് വിശ്വാസിക്ക് പൊതുവിൽ ബാധ്യതയാകുന്നു, ഭരണകൂടങ്ങൾക്കത് പ്രത്യേകമായൊരു ബാധ്യതയായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കഫുള്ളതാ ഈ ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നതിൽ പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ്. ഒന്ന് അശ്രദ്ധയാണ്, രണ്ടാമത്തത് ഈ ഭരണകൂടങ്ങളുടെ അനാസ്ഥയാണ്. റോഡുകളുടെ ഗതാഗത സൗകര്യമില്ലായ്മ കൊണ്ടാണ് അപകടം നടക്കുന്നത്. മൂന്നാമത് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണ് അമിതമായ വേഗത. അമിത വേഗതയിലൂടെ വാഹനം ഓടിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു പൊതുവിലൊരു സ്വഭാവമുണ്ട്. നമുക്കൊരു വിലപിടിപ്പുള്ള ഒരു വാഹനമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അണ്ടറിൽ അത് കയ്യിൽ നിൽക്കുമെന്ന് നമുക്ക് തോന്നിയാൽ ഒരു ഓവർ കോൺഫിഡൻസ്, അമിത ഒരു ആത്മവിശ്വാസത്തിൽ നമ്മൾ റോഡിൽ ഇറങ്ങിയിട്ട് അഭ്യാസം കാണിക്കാറുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ പിള്ളേർ, ഈ പയ്യന്മാർ, പ്രത്യേകിച്ച് മുസ്ലിം പയ്യന്മാരും പറയാൻ വേണ്ട. പാപ്പന്മാരൊക്കെ കഷ്ടപ്പെട്ട് ഗവൺമെന്റ് എംപ്ലോയി ആയിരിക്കാം, അല്ലെങ്കിൽ ഗൾഫുകാരനായിരിക്കാം, കഷ്ടപ്പെട്ട് കുറെ പണം ഉണ്ടാക്കിയിട്ട് മക്കളുടെ വളർച്ചയ്ക്കനുസരിച്ച് അവർക്ക് ഗിഫ്റ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കും. അവർ പുരോഗതി പ്രാപിക്കുന്നതനുസരിച്ച് ഓരോ ക്ലാസ്സുകൾ ജയിക്കുമ്പോൾ ഓരോ സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെടും. അങ്ങനെ ഐഫോണുകളായിട്ടുണ്ട്, സൈക്കിളുകൾ കടന്ന് ഐഫോണും കടന്ന് നല്ല വിലപിടിപ്പുള്ള അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വീലർ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ എടുത്ത് വെച്ച് അതിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവനെന്തോ ലോകം കീഴടക്കിയ പോലുള്ള ഒരു രീതിയാണ് പ്രത്യേകിച്ച് മുസ്ലിം പയ്യന്മാർക്കിടയിലാണ് കണ്ടുവരുന്നത്. ഈ തിന്നിട്ട് എല്ലിനിടയ്ക്ക് അറിയാവുന്ന ഒരു പരിപാടി പറയും. ആ ഒരു പരിപാടിയാണ് വല്ലവൻ്റെയും ജീവന് വില കൽപ്പിക്കാതെ. നിനക്ക് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്തൊക്കെ മാർഗമുണ്ട്? നമുക്ക് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്തൊക്കെ മാർഗമുണ്ട്? ഒരു മനുഷ്യന്റെ ജീവൻ, മറ്റൊരാളുടെ ജീവൻ വെച്ചിട്ട് നമ്മൾ സാഹസം കാണിക്കാൻ പാടില്ല. മറഹ എന്ന് വിശുദ്ധ ഖുർആൻ. എന്നീ ഭൂമിയിൽ അഹങ്കാരത്തോടെ സഞ്ചരിക്കരുത്, അത് അഹങ്കാരമാണ്, ഇത് അഹന്തയാണ്. ഈ യാത്രയുടെ രീതി ഉണ്ടല്ലോ, ഇത് അഹന്തയാണ്. എന്ന് വിശുദ്ധ ഖുർആൻ. ഈ ഭൂമിയെ പിളർക്കാനോ പർവ്വതത്തോളം വലുതാകാനോ നിന്നെ കൊണ്ട് കഴിയില്ല. പിന്നെ എന്തിനാണ് അഹങ്കരിക്കുന്നത്? മാന്യമായി യാത്ര ചെയ്ത്, മാന്യമായി സ്വയം വലിയവനാണെന്ന് നടിക്കുന്ന, ഞാനെന്തോ വലിയ ഞാനാണെന്ന് കണക്കാക്കുന്ന ആൾക്കാർ അള്ളാഹുവിന് ഇഷ്ടമല്ല എന്ന്. അള്ളാഹുവിന് ഇഷ്ടമല്ല. എന്നാൽ അച്ചടക്കത്തോടെ യാത്ര ചെയ്യുന്നവനെ ഭൂമിയിലൂടെ വിനയത്തോടെ യാത്ര ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ് താനും. അല്ലാത്തവർ ഇഷ്ടമല്ല എന്ന്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കൂട്ടരാ ഈ കാണിക്കുന്ന അഭ്യാസങ്ങൾ. വയസ്സായ ആൾക്കാർ സ്ത്രീകളും ഒക്കെ എന്ത് ചെയ്യുക, റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ നിനക്ക് കഴിയും, വലിയ സാഹസം കാണിക്കാൻ കഴിയുമായിരിക്കും. അവരെ മുമ്പിലേക്ക് ചീറിപ്പാഞ്ച് ചെന്നിട്ട് മുമ്പിൽ ചെന്ന് വെട്ടിച്ച് മാറി പോവുക. ഒരു നിമിഷത്തേക്കെങ്കിലും മരണഭീതി ഉണ്ടാക്കുന്ന ഈ പ്രവൃത്തി ഉണ്ടല്ലോ. നിന്റെ മുസ്ലിം സഹോദരന്റെ നേരിൽ ആയുധം നീ തമാശക്കെങ്കിലും ഓങ്ങി അവൻ ഒരു നിമിഷത്തേക്കെങ്കിലും മരണഭയം ഉണ്ടാക്കിയാൽ വെട്ടിയിട്ടങ്ങൂല, ഒന്ന് ഓങ്ങിയതേ ഉള്ളൂ. അള്ളാഹുവിന്റെ ആകാശത്ത് പട്ടാളം നിന്നെ ശപിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പാടില്ല. എത്ര പാവങ്ങളാണ്, എത്ര ചെറുപ്പക്കാരന്മാർ ഇങ്ങനെ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് ഈ കോളേജ് കുട്ടികൾ ഇതിങ്ങനെ നിരന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നിനു പുറകെ ഒന്നായിട്ട്. എന്താ ചെയ്യണം, ഇവരെ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഇവരെ അച്ചടക്കം പഠിപ്പിക്കണ്ടേ? ഈ ആയത്ത് എവിടെ ഇറങ്ങിയെന്നറിയില്ല. എവിടെ ഈ ആയത്ത് വന്നത്? ലുക്മാൻ എന്ന മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ മകന് കൊടുത്ത ഉപദേശമാണിത്. അത് ഖുർആൻ എടുത്ത് ഇങ്ങോട്ട് വെച്ചത് അള്ളാഹു സംസാരിച്ചത് ഒരു പിതാവിന്റെ മകനോടുള്ള ഉപദേശമാണ്. പാപ്പമാർ ആലോചിക്കണം, വലിയ സമ്മാനങ്ങൾ മേടിച്ചു കൊടുത്തിട്ട് അഭ്യാസം കാണിക്കാൻ ഇറക്കി വിടുമ്പോ വല്ലവന്റെയും ജീവൻ വെച്ചുള്ള കളി വേണ്ടാന്ന്, അങ്ങനെ വേണ്ടാന്ന്. നമ്മളിങ്ങനെ വെട്ടിച്ചു മാറിപ്പോയപ്പോ ഒരു നിമിഷത്തേക്ക് ബാലൻസ് പോയിട്ട് കൈ ഒന്ന് വിറച്ച് വെട്ടി ഓടയിലേക്ക് വീണ് മരിച്ചു പോയപ്പോ, ഒരു മനുഷ്യൻ മരിച്ചു പോയപ്പോ നിങ്ങൾക്ക് എന്താ നഷ്ടമായത്? ഒന്നും നഷ്ടമായില്ല. പക്ഷെ 2 കുട്ടികൾ അനാഥരായിട്ടുണ്ട്, ഒരു പെണ്ണ് വിധവയായിട്ടുണ്ട്, മാതാപിതാക്കൾക്ക് നിരാലംബരായിട്ടുണ്ട്. എത്രയോ പ്രിയപ്പെട്ടവരുടെ സ്വപ്നങ്ങൾ ബാക്കിയായിട്ടുണ്ട്. എത്ര പദ്ധതികളാണ്, എത്ര സ്വപ്നങ്ങളാണ് നിങ്ങൾ ഒരു നിമിഷം കാണിച്ച ഈ അഭ്യാസം കൊണ്ട് ഈ ഓടയിൽ കിടക്കുന്നത്? ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? എത്ര മരണങ്ങൾക്ക് ഈ ചെറുപ്പക്കാരുടെ അഭ്യാസങ്ങൾ കാരണമായിട്ടുണ്ട്? നമ്മൾ ആലോചിക്കേണ്ടത് ഒരു സാമൂഹ്യ പ്രതിബദ്ധത എന്നൊരു സംഗതി വിശ്വാസിക്കുണ്ടാവേണ്ടേ. മുസ്ലിം എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാത്തിലും എല്ലാ വിഷയങ്ങളും വിശാലമായി ചിന്തിക്കാൻ കഴിയണം. ഞാനല്ല, ഞങ്ങൾ എന്ന് ചിന്തിക്കാൻ കഴിയണം. ഞാനും നീയും ചേരുന്ന നമ്മൾ എന്ന് ചിന്തിക്കാൻ കഴിയണം. നമ്മളെല്ലാവരും എന്നുള്ള ആശയം ഉണ്ടാകണം. അതാ മനുഷ്യൻ. എതിൽ നിൽക്കുന്നവനെ കുറിച്ചുകൂടി ആലോചിക്കുമ്പോഴാണല്ലോ ഒരു നല്ല മുസ്ലിം ആവുന്നത്. അല്ല സ്വന്തം കാര്യം ആലോചിക്കുമ്പോഴല്ലേ. അങ്ങനെയുള്ള അഭ്യാസങ്ങൾ കാണിക്കാൻ പാടില്ല. അനാവശ്യമായി തിരികെ കയറ്റുന്ന പരിപാടികൾ, എത്ര ഈ സെക്കൻഡുകൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന ഈ റോഡിലെ ഈ പാച്ചിലുണ്ടല്ലോ, അമിത വേഗതയ്ക്കൊപ്പം തന്നെ ഈ നമ്മുടെ സിഗ്നലുകളിൽ ലൈറ്റ് ഒന്ന് കത്താൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് കഴിഞ്ഞിട്ട് ആ എടുത്തൊരു പായൊക്കെ ഉണ്ടല്ലോ,
ഒരു എടുത്തുകൊണ്ടൊരു പോക്ക്. നിങ്ങൾ ഈ ഒരു സെക്കൻഡ് കൊണ്ട് ലോകത്തൊന്നും നിർമ്മിക്കാൻ പോകുന്നില്ല, ഇവിടെ ഒന്നും നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയില്ല. പക്ഷെ ആ ഒരു സെക്കൻഡ് കൊണ്ട് പലപ്പോഴും നിങ്ങൾ ഉണ്ടാക്കുന്ന വലിയ നഷ്ടങ്ങളായിരിക്കും. ഒരു നിമിഷത്തെ പരക്കം പാച്ചില് റോഡിലൊക്കെ നമ്മൾ ഇങ്ങനെ കാണിക്കുന്ന അഭ്യാസങ്ങൾ അത് ഒഴിവാക്കണം. ഒരു വിധത്തിലും അനുവദിക്കുന്നില്ല. അമിതമായ വേഗത, ഇവർ ആവശ്യത്തിന് എത്തിപ്പെടണമെങ്കിൽ അത് കണക്കാക്കി അല്പം നേരത്തെ തയ്യാറാവുക. ഒരാവശ്യങ്ങൾക്കല്ലാതെ ഏറ്റവും അവസാനം ഇറങ്ങിയിട്ട് അമിതമായ വേഗതയിൽ വാഹനം ഓടിക്കുന്നതിൽ ഒരു ഖൈറുമില്ല. ആ അറഫാ മൈതാനിയിലേക്ക് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുമ്പോൾ പ്രവാചകൻ ഒട്ടകപ്പുറത്തിരുന്ന് യാത്ര ചെയ്യാണ്. നോക്കുമ്പോൾ പുറകിൽ ഭയങ്കര ശബ്ദവും കോലാഹലവുമാണ്. ചാട്ടിയടിയുടെ ശബ്ദങ്ങൾ കേട്ട് റസൂലുള്ളാഹി നോക്കുമ്പോൾ പുറകിലുള്ളവർ അറഫയിലേക്ക് കുതിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അവർ കുതിരയെയും ഒട്ടകങ്ങളെയും ചാട്ട കൊണ്ട് അടിച്ചിട്ട് പായാൻ ശ്രമിക്കുന്നു. യാ അയ്യുഹന്നാസ്, പ്രവാചകൻ കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലോ ജനങ്ങളെ, ഒരു കാരണവശാലും ലാ ഖൈറ ഫിൽ ഈദാ, ഈ ധൃതിയിൽ ഒരു ഖൈറുമില്ല. വലൈക്കും ബിസ്സകീന, ക്ഷമയോടെ വരൂ, അവധാനതയോടെ വരൂ, പയ്യെ വരൂ എന്ന്. അമിതമായ വേഗതയിൽ ഒരു ഖൈറുമില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തഅന്ന മിനല്ലാഹ് അത്തഅജ്ജുലു മിനശ് ശൈത്താൻ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവധാനത അള്ളാഹുവിൽ നിന്നുള്ളതാണ്, എന്നാൽ അനാവശ്യമായ ധൃതിയോ അത് പൈശാചികവുമാണ് എന്ന് അഖ്നഫ് ഇബ്നു ഖൈസ് പറയുന്നുണ്ട്. 3 കാര്യങ്ങളിൽ ഒഴികെ അനാവശ്യമായ ധൃതി പാടില്ല. 3 കാര്യങ്ങൾ അവധാനതയാണ് ഏറ്റവും പ്രശംസനീയമായ സ്വഭാവമെന്ന്. 3 കാര്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാത്തിനും അൽ അനാത്തു മഹ്മൂദത്തുൻ ഇല്ലാ ഫി സലാസ് എന്ന്. 3 കാര്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാത്തിലും അവധാനത പാലിക്കലാണ് ഏറ്റവും വലിയ പ്രശംസനീയമായ സ്വഭാവ ഗുണം. 3 കാര്യങ്ങൾ ധൃതിയാകാം. ആ 3 കാര്യങ്ങളൊന്നും നന്മയാണ്. എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനുള്ള അവസരം വന്നാൽ പിന്നെ അവിടെ പിന്നെ നിങ്ങൾ ആലോചിച്ച് വളരെ വൈകിക്കേണ്ട കാര്യമില്ല, എത്രയും വേഗം ചെയ്യണം. ഹജ്ജിന് വേണ്ടി നിയത്താക്കിയവൻ ഈ ഹറാമിന് വേണ്ടി മീഖാത്തിലേക്ക് പുറപ്പെടാനുള്ള രംഗമായി കഴിഞ്ഞാൽ പിന്നെ അവിടെയും പിന്നെ നിങ്ങൾ ആലോചിച്ച് സമയം കളയേണ്ട കാര്യമില്ല, എത്രയും വേഗം അങ്ങോട്ട് പോകണം. 3-മത്, ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടിക്ക് അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ വിവാഹം വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ഒരു ഖിത്ബത്ത്, ഒരു വിവാഹാലോചന വന്നു, അനുയോജ്യനാണ് പയ്യനെങ്കിൽ എത്രയും വിവാഹം കഴിപ്പിക്കുക, അതും വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. ഈ 3 കാര്യങ്ങളിലൊഴികെ ബാക്കി സർവ്വ കാര്യങ്ങളിലും അവധാനതയാണ് ഏറ്റവും സുസ്ഥിരമായ പ്രശംസനീയമായ സ്വഭാവ ഗുണമെന്ന് മഹാനായ പ്രധാനപ്പെട്ട താബിഈയായ അഖ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല പറയുന്നുണ്ട്. പ്രമുഖ ഒരു സ്വഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു വളരെ ഗൗരവമുള്ള ഒരു മെസ്സേജാണിത്. ആലോചിക്കാവുന്ന ഒരു ആശയമാണ്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു വീക്ഷണമാണത്, വളരെ ഗൗരവമുള്ള ഒരു വീക്ഷണവുമാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ധൃതി കാണിക്കുന്നത് നല്ലത് തന്നെയാണല്ലോ. അപ്പോൾ ഇതല്ലാത്ത കാര്യങ്ങൾ, പ്രത്യേകിച്ച് വാഹനങ്ങളുടെ യാത്രയിലും മറ്റുമൊക്കെ നമ്മൾ കാണിക്കുന്ന ഈ അമിതമായ വേഗതകൾ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയല്ലാതെ ഒരു ഖൈറും നമുക്ക് കൊണ്ടുവരില്ല. അതുകൊണ്ട് ഇത്തരം രീതിയിലുള്ള ഈ അഭ്യാസ പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് റോഡ് ഉപയോഗിക്കാതിരിക്കുക. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹമാണ് ഈ ജീവിതമെന്നുള്ളത്, ആരോഗ്യമെന്നുള്ളത്. അള്ളാഹുവിൻ്റെ കോടതിയിൽ മനുഷ്യൻ ചെന്ന് നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാകും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള. അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് അലം നുസ്ഹിഹ് ജിസ്മക എന്ന്, നിനക്ക് ആരോഗ്യമുള്ളൊരു ശരീരം ഞാൻ നൽകിയല്ലോ എന്ന്. അത് നീ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ചോദിക്കണം. ആരോഗ്യമുള്ളൊരു ശരീരം അത് സ്വയം നശിപ്പിക്കുക എന്നുള്ളത് വലതുൽഖു ബിഐദീകും ഇല തഹ്ലുഖത്തി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് വെറുതെയല്ല. സ്വയം നാശം ക്ഷണിച്ചു വരുത്താൻ പാടില്ല. സ്വന്തം ശരീരം നശിപ്പിക്കുന്ന പ്രവൃത്തി പോലും ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നിരിക്കുമ്പോൾ അവരന് പോലും ജീവന് ഭീഷണിയാകുന്ന വിധത്തിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് ഒരിക്കലും ഇസ്ലാം അനുവദിക്കില്ല. ഒരു കത്തിയും കൊണ്ട് നിങ്ങൾ അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ, ഒരു വാളോ കത്തിയോ കൊണ്ട് നിങ്ങൾ അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ അതിൻ്റെ മുന നിങ്ങൾ കൈകൊണ്ട് പൊത്തിപ്പിടിക്കണം, അല്ലെങ്കിൽ തുണി കൊണ്ട് പൊതിയണമെന്ന് പഠിപ്പിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ? ബാക്കിയുള്ളവർക്ക് അതുകൊണ്ടൊരു ഭീഷണി ഉണ്ടാകാൻ പാടില്ല. അവർക്കൊരു പോറൽ പോലും, നിങ്ങൾ പുറത്തിറങ്ങിയതിൻ്റെ പേരിൽ ഒരാൾക്ക് പോലും ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല എന്ന ജാഗ്രതയാണ് വിശുദ്ധ ഇസ്ലാം. നമ്മൾ യാത്രക്കാരായി പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ വാഹനം ഓടിച്ച് നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനിടയിൽ മറ്റൊരാൾക്കും ബുദ്ധിമുട്ടുണ്ടാകാതെ യാത്ര ചെയ്യാൻ കഴിയണം. അത് ആ കഫുൽ അതയുടെ ഭാഗമായി വരുന്നത്. മറ്റുള്ളവർക്ക് മാർഗതടസ്സം ഉണ്ടാക്കാതെ, മറ്റുള്ളവരെ യാത്രയ്ക്ക് തടസ്സമുണ്ടാക്കാതെ, മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതെ യാത്ര ചെയ്യാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഈ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ അപകടങ്ങളും അപകട മരണങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളും വലിയ തോതിൽ സമൂഹത്തെ ബാധിക്കുന്നു. ഈ കൊച്ചു കേരളത്തിൽ പോലും 3000-ഓളം കേസുകൾ അപകടങ്ങളായി. ഇതൊക്കെ ഔദ്യോഗികമായിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമുക്കറിയാമല്ലോ. ഇതൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന സാരമായ പരിക്കുകളുള്ള ഈ കേസുകൾ ആക്കപ്പെടുന്ന, ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന കേസുകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്യപ്പെടുക. ചെറിയ തട്ടലും മുട്ടലും സ്ക്രാച്ചും ഒന്നും ഒരു കേസാവാറില്ല, അതങ്ങ് റെക്കോർഡിൽ വരുന്ന സംഗതിയില്ല. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ ഈ ചെറിയ കേരളത്തിൽ പോലും 3000-ഓളം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോഴത്തേക്കും എത്രത്തോളം അപകടങ്ങൾ ഇവിടെ നടക്കുന്നെന്ന് ആലോചിക്കണം.
ഈ മരണത്തിനും ജീവനും ഇടയിലുള്ള ഏറ്റവും അതിസാഹസികമായ ഒരു സഞ്ചാരമാണ്. ഒരു ട്രിപ്പീസ് കളിക്കാരൻ്റെ സാഹസികതയാണ് റോഡിൽ ഒരു മനുഷ്യൻ കാണിക്കുന്നത്. ഒരു കയറിലൂടെ വലിയ ഉയരത്തിലുള്ള ഒരു കയറിലൂടെ നടന്നു പോകുന്ന സർക്കസുകാരൻ കാണിക്കുന്ന അത്രയും വലിയൊരു സർക്കാസമാണ് സത്യത്തിൽ നമ്മൾ ഈ റോഡിൽ കാണിക്കുന്ന യാത്ര എന്നുള്ളത്. വീട്ടിൽ നിന്ന് സലാം പറഞ്ഞ് പുറത്ത് ഒരു ആവശ്യത്തിന് പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടി ജമാഅത്തിന് വേണ്ടി ബൈക്കിൽ കയറി ഇവിടെ വന്ന് തിരിച്ചു പോകുന്നതിനിടയിൽ എന്ത് സംഭവിക്കുന്ന ഒരു രൂപവും നമുക്കില്ല. അത്രത്തോളം വാഹനങ്ങൾ പെരുകിയിട്ടുണ്ട്, അത്രത്തോളം തിരക്കുപടിയുണ്ട്, അത്രത്തോളം മോശമായ റോഡുകളും ഗതാഗത സൗകര്യങ്ങളുമാണ്. അത് മാത്രമല്ല, നമ്മളിനി എത്രയൊക്കെ ജാഗ്രത പാലിച്ചാലും നമ്മുടെ പുറകിൽ വരുന്നവൻ്റെ കണ്ണം നടഞ്ഞുപോയാൽ, അവനൊന്ന് ഉറങ്ങിപ്പോയാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് അറിയാവുന്ന വിഷയമാണ്. എത്ര അപകടങ്ങൾ, ഒരാളുടെ കണ്ണെന്ന് മയങ്ങിപ്പോയിട്ടാ, ഒന്ന് അങ്ങോട്ട് നോക്കിയിട്ടാ, ഒന്ന് ഫോൺ എടുത്തിട്ടാ, എത്ര മനുഷ്യരാണ്, എത്ര കുഞ്ഞു മക്കളാണ്, എത്ര സ്കൂൾ കുട്ടികളാണ്, എത്ര അപകടങ്ങളെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള അപകട മരണങ്ങൾ നമുക്ക് സംഭവിക്കാതിരിക്കണം എന്നതോടൊപ്പം തന്നെ നമ്മൾ കാരണം മറ്റൊരാൾക്ക് സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത പുലർത്തുക. എങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും ചിലപ്പോഴൊക്കെ പറ്റിപ്പോകും. മനുഷ്യനാണ്. അപ്പോഴും എന്ത് ചെയ്യുക, നമ്മളുടെ മനസ്സാക്ഷിയുടെ മുമ്പിൽ ഞാൻ ശ്രദ്ധയോടെയാണ് കൈകാര്യം ചെയ്തത്, അയാളാണ് എടുത്തു ചാടിയത്, അല്ലെങ്കിൽ നമ്മുടെ അനാസ്ഥ കൊണ്ട്, നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഒരു സ്കൂൾ കുട്ടിയെ, ഒരാളുടെ മകനെയോ മകളെ ഇടിച്ച് തെറിപ്പിച്ച് ആ കുഞ്ഞു മരണപ്പെട്ടു പോയാൽ ആ നമ്മുടെ മനസ്സാക്ഷിയും കൊണ്ട് നമ്മൾ എത്ര കാലം ഇവിടെ ജീവിക്കും? പിന്നെ ആ മുറിവ് നമുക്ക് ഉണങ്ങും നമ്മുടെ ഹൃദയത്തിൽ നിന്ന്. നമ്മുടെ അനാസ്ഥ, നമ്മളെന്ത് മൊബൈൽ ഫോൺ എടുക്കാൻ വേണ്ടി ഒന്ന് കുഞ്ഞ സമയത്ത് സ്കൂൾ കുട്ടി, നിഷ്കളങ്കനായ ഒരു കുട്ടി, ചിലപ്പോൾ കുട്ടികളങ്ങ് ഒരുപാടങ്ങ് ആലോചിക്കില്ല, പെട്ടെന്ന് എടുത്ത് ചാടിയിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ കാണണ്ടേ? നമ്മുടെ വണ്ടി കയറി ഇറങ്ങി ഒരു കുഞ്ഞു മരണപ്പെട്ടു പോയി കഴിഞ്ഞാലുള്ള ഒരു മാനസിക പ്രയാസം, ഒരാൾക്കുണ്ടാകുന്ന നഷ്ടം, അതൊന്നും നമുക്ക് നികത്താൻ കഴിയില്ല. മരണം വരെയും നമ്മളെ വേട്ടയാടുന്ന നൊമ്പരമായി മനസ്സിൻ്റെ കോണിൽ അതിങ്ങനെ കിടക്കും, വലിയൊരു നീറ്റലും പുകച്ചിലുമായിട്ട്. അതുകൊണ്ട് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ഗൗരവത്തോടെ വേണം കൈകാര്യം ചെയ്യാൻ. വളരെ ശ്രദ്ധയോടുകൂടി, നമ്മുടെ ബുദ്ധി നഷ്ടപ്പെടുന്ന, ശ്രദ്ധ നഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ നമ്മൾ വാഹനം ഓടിക്കാൻ പാടില്ല. ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള യാത്രകൾ ഒരു കാരണവശാലും, ലഹരിയെ പാടില്ല ഇസ്ലാമിൽ. അങ്ങനെ ഉപയോഗിക്കുന്ന മനുഷ്യന്മാർ ഒരു കാരണവശാലും വാഹനം ഓടിക്കാൻ പാടില്ല. അത് കണക്ക് തന്നെ ഉറക്കവും ക്ഷീണവും വരുന്നുണ്ടെങ്കിൽ ഒരു സാഹസവും ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് ഉറക്കവും ക്ഷീണവും വരുമ്പോഴും വാഹനം ഓടിക്കുന്ന രീതി ഒരു കാരണവശാലും പാടില്ല. നമ്മുടെ നിയന്ത്രണത്തിൽ നമ്മുടെ കണ്ണുകൾ നിൽക്കില്ല, നമ്മുടെ ശരീരം നിൽക്കില്ല. ഒന്ന് മയങ്ങിപ്പോയാൽ വലിയ ആപത്തുകൾ നമുക്ക് ഉണ്ടാകും, വലിയ പ്രയാസങ്ങൾ ചുറ്റുമുള്ളവർക്ക് വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെയും ശ്രദ്ധിക്കണം. ഇതൊക്കെ ഒരു മിമ്പറിൽ നിന്ന് പറയേണ്ട ആവശ്യകത എന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിൻ്റെ പൊതുവായ ജീവിതത്തിൽ ഇതൊക്കെ വലിയ സാരമായ പരിക്കുകൾ ഉണ്ടാക്കുന്നു എന്ന കണക്കുകളാണ്. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. കാര്യങ്ങൾ ഗൗരവത്തോടെ ചിന്തിച്ച് മനസ്സിലാക്കി ജീവിതത്തിലേക്ക് പകർത്തുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات ربنا اغفر لنا ولإخواننا سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.